ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള മാച്ചിലെ പ്രഡിക്ഷനാണ്. നമ്മളും എയും കൂടി ഒന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു പ്രഡിക്ഷനാണിത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ അടുത്ത മാച്ച് 14 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്ത് വെക്കുന്ന ബാംഗ്ലൂരു എഫ്സിയോടാണ്. അവർ ഇതുവരെ കളിച്ചതിൽ 3 കളി ജയിച്ചു, 1 കളി ഡ്രോ, 1 കളി തോറ്റു. അത് ഏപ്രിൽ 11 രാത്രി 7:30 കളി വരുന്നത്. അവർ ബാംഗ്ലൂരു എഫ്സിയുടെ ഹോം സ്റ്റേഡിയത്തിലാണ് ആ മാച്ച് നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ കളി വെച്ച് ബാംഗ്ലൂരു എഫ്സിയെ തോപ്പിക്കാന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂർ എത്ര ഗോൾ അടിക്കുന്നു മാത്രം നോക്കിയാൽ മതി. നമ്മ പ്രഡിക്റ്റ് ചെയ്യുന്നത് 2-1 സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പൊട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് മാച്ച് ഏപ്രിൽ 15-ാം തീയതി 7:30 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയോടാണ്. 6 പോയിന്റായിട്ട് 9ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി. കേരള ബ്ലാസ്റ്റേഴ്സ് 1 പോയിന്റായിട്ട് 13ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മളെ പ്രഡിക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 ജയിക്കുമെന്നാണ്. കാരണം ബാംഗ്ലൂരോട് ഒരു കളി തോറ്റിരിക്കുന്ന ക്ഷീണത്തിൽ ഒന്ന് ജയിച്ചേക്കാന്ന് വിചാരിച്ച് വെസ്റ്റ്വുഡ് എന്തെങ്കിലും ഒരു കളി ഇറക്കുമായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാനൊരു ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കളി ഏപ്രിൽ 18-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ജംഷഡ്പൂരിനോടാണ്. ജംഷഡ്പൂർ 14 പോയിന്റായിട്ട് 3ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ജംഷഡ്പൂർ ഇപ്പോൾ ISL മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു 2-0 ജംഷഡ്പൂർ പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത മാച്ച് ഒഡീഷ എഫ്സിയോട് ഏപ്രിൽ 23-ാം തീയതി 7:30 അവർ ഒഡീഷ എഫ്സിയെ 5 പോയിന്റായിട്ട് 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മ ഒഡീഷ എഫ്സിയോട് 1-1 സമനില പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മാച്ച് മെയ് 10-ാം തീയതി നമ്മുടെ രക്ഷകനായ മുഹമ്മദ് അൻസിനോടാണ്. 5 മണിക്കാണ് മാച്ച്. അവർ 0 പോയിന്റായിട്ട് ഏറ്റവും അടിയിലത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ ഏറ്റവും റെലഗേഷൻ ബാറ്റിൽ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനെന്ന് വേണമെങ്കിൽ പറയാം. അവരോട് നമ്മ ജയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ നമ്മളെ കാട്ടി ഒരു പടി താഴെയാണുള്ളത്. അവരോട് 1-0 നമ്മ ജയിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ കളി മെയ് 17-ന് 7ാം സ്ഥാനത്ത് 10 പോയിന്റായിട്ട് 7ാം സ്ഥാനത്ത് നിൽക്കുന്ന FC ഗോവയോടാണ്. അവർ 2 കളി ജയിച്ചു, 4 കളി ഡ്രോ പിടിച്ചു, 1 കളി തോറ്റു. കേരള ബ്ലാസ്റ്റേഴ്സും ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ കാൽക്കുലേറ്റർ പ്രഡിക്ഷൻ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരം 1-1 സമനിലയായി കഴിയാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ നമ്മുടെ പ്രഡിക്ഷൻ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ റെലഗേഷൻ ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ മാനേജ്മെന്റും പുതിയ പ്ലേയേഴ്സുമായി നല്ല രീതിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രഡിക്ഷനും ഈ വീഡിയോയുടെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.